ഈ സ്ഥലത്ത് എന്തിനാ ഈ നേരത്തെ നീ പോയത്? സാർ എന്താ സാർ ഇത് എന്നെ കുറ്റവാളിയാക്കുന്ന പോലെ? നീ എന്തിനാടി ആരില്ലാത്ത വീട്ടിലേക്ക് ഈ നേരത്തെ ഒറ്റയ്ക്ക് പോയത്? നീ എന്താ മറക്കണ്ടല്ലോ? എന്താ സാർ ഇത്? ഞാൻ എൻ്റെ വണ്ടി കംപ്ലൈൻ്റ് ആയപ്പോൾ എളുപ്പത്തിന് കിടക്കാൻ വേണ്ടിയിട്ട് അതിലേ പോയതാ. അവിടെ നിന്നാണ് എനിക്ക് ഈ ഫോൺ കിട്ടിയത്. മറ്റേതെങ്കിലും ഡിവൈസുകളിലേക്ക് ഇത് കോപ്പി ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഞാൻ ഈ വീഡിയോ കണ്ടപ്പോൾ നേരിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അപ്പൊ താൻ രക്ഷപ്പെട്ടല്ല. ഇവിടെ ആ മുറിലിരിക്കരുത്. നീ ഇവിടെ നിന്ന് പോയരുത്, ഇവിടെ ഉണ്ടാവണം. പിന്നെ ഞങ്ങളുടെ കൂട്ടത്തിലൊരു പോലീസുകാരന് ഒരു കേസിൽ പെട്ടാല് അതിന്റെ പ്രശ്നം ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിന് മൊത്തം നാണക്കേടാ. അതുകൊണ്ട് ഇപ്പൊ ഈ കണ്ട വീഡിയോയിലെ കാര്യങ്ങളും ഈ മെമ്മറി കാർഡും ഫോണും എല്ലാം ഇവിടെ മറന്നേക്കാം. ഇതിന്റെ പിന്നാലെ ഇനി നടന്നാല് എടേ അതെ ചായ പറയാം. താൻ എന്ത് പരിപാടി കാണിച്ചേ? ഇപ്പൊ ഡിപ്പാർട്ട്മെന്റ് മൊത്തം നാണം കെട്ടേനെ. ഒരു അബദ്ധം പറ്റിയതാ. അപ്പൊ താനാണ് ഫ്രാൻസിസിനെ കൊന്നതല്ലേ? അതെ സാറേ, ഞാനാണ് അവനെ കൊന്നത്. സാറിന് ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്തു തരാം. പ്ലീസ് എന്നെ കേസിൽ നിന്ന് ഒഴിവാക്കി തരാം. തനിക്കപ്പൊ എല്ലാം ഒരു ലോട്ടറി ആയിരുന്നു. താൻ ഒരു കാര്യം ചെയ്യ്, ആളെ വിളിക്ക്. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഞങ്ങളാണ്, ഓർമ്മ വേണം. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെടരുത്, മനസ്സിലായോ? ഏയ് ഇവളെയൊക്കെ ഒന്ന് പേടിപ്പിച്ചു വിട്ടില്ലെങ്കിൽ ശരിയാവില്ല. എടി ഞങ്ങള് പോലീസുകാരെല്ലാവരും ഒന്നാണ്, ഒറ്റക്കെട്ടാണ്. അതെങ്ങനാ വർഗീസ് സാറേ നമ്മളെല്ലാവരും ഒന്നാവണേ? സാറേ പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്ന ഓരോരുത്തർക്കും ഒരു വിശ്വാസമുണ്ട് അവന് നീതി ലഭിക്കുമെന്ന്. സാറേ ഞാൻ പിന്നെ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഒരുത്തൻ തെറ്റ് ചെയ്താ അവനെ ശിക്ഷിക്കാതിരുന്നാലാണ് ഡിപ്പാർട്ട്മെന്റിന് നാണക്കേട്, അല്ലാതെ അവന്റെ ആ തെറ്റിന് കൂടെ നിന്നാലല്ല. കേട്ടോ വർഗീസ് സാറേ, സാറിൻ്റെ കുമ്പസാരം മുഴുവൻ ഞാൻ SI സാർ പറഞ്ഞിട്ടതേ എടുത്തു വെച്ചിട്ടുണ്ട്. താൻ ഇനി ബാക്കിയുള്ള ജീവിതം മൊത്തം ജയിലിലേക്ക് കിട്ടോ. താൻ കൊണ്ടുവന്ന മെമ്മറി കാർഡിലെ വീഡിയോയിൽ ശബ്ദം ക്ലിയർ അല്ലായിരുന്നു. ഇവർ കൊല്ലുന്ന ഒരു സീൻ ഉണ്ടെങ്കിലും അത് എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളത് നമുക്കറിയില്ലായിരുന്നു. അപ്പം ഞാൻ അത് അയാളുടെ വായിന്ന് തന്നെ വീഴ്ത്താൻ വേണ്ടി കാണിച്ചൊരു നാടകമാണ്. അതിൽ എന്തെങ്കിലും തരത്തിൽ തനിക്കതൊരു ബുദ്ധിമുട്ടാണെങ്കിൽ സോറി. അതുപോലെ താൻ ചെയ്ത് വലിയൊരു കാര്യമാണ്, ഒരു പൗരൻ്റെ കടമ. താങ്ക് യു.